ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഷേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഷേക്ക് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പിടി നിലക്കടലയും ഒരു 6 ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ഓട്സാണ്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാലും കുറച്ച് തേനും വേണം. അപ്പോൾ നമ്മളിവിടെ പാല് തിളപ്പിച്ച് ആറ്റിയ പാലാണ് എടുത്തിരിക്കുന്നത്. തേൻ എന്ന് പറയുമ്പോൾ നല്ല ഒറിജിനൽ തേൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ നല്ല ഒറിജിനൽ തേനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഓട്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഓട്സ് ഒന്ന് കുതിരാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മളുടെ ഓട്സ് നല്ലോണം കുതിർന്ന് കിട്ടും. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ഓട്സ് നമ്മൾ കുതിരാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഓട്സ് ഇവിടെ നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ കുതിർന്ന് കിട്ടിയാൽ മതിയാവും. നിങ്ങൾക്ക് ഷേക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സും ഈന്തപ്പഴവും നിലക്കടയും എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അതിലോട്ട് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിലക്കടലയും ഈന്തപ്പഴവും കൂടി ഇട്ട് വെള്ളമൊന്നും ചേർക്കരുത്. ഓട്സ് കുതിരാൻ ഉപയോഗിച്ച വെള്ളം മാത്രം മതിയാവും. അതിലോട്ട് ഈന്തപ്പഴവും നിലക്കടലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അത് അരഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാലൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ നിലക്കടലയും ഓട്സും ഈന്തപ്പഴവും ഒക്കെ ഈ ഒരു പാകത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ അരഞ്ഞാൽ മതിയാവും. നമ്മൾ ആദ്യം അരയ്ക്കുമ്പം ഈ ഒരു അളവിലേ അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് ഒന്നും കൂടി നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കൊഴുപ്പിൽ നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരുപാട് മധുരത്തിലല്ല റെഡിയാക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ 1 ടീസ്പൂൺ തേൻ മതിയാവും. തേൻ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പാകത്തിനുള്ള കൊഴുപ്പേ ഉണ്ടാവുള്ളൂ. ഒരുപാട് അളവ് ചേർക്കുമ്പം കൊഴുപ്പ് കൂടിപ്പോവും. ഈ ഒരു പാകത്തിനാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ രാവിലെ ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വേറെ ഒന്നും കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. അത്രയ്ക്കും പ്രോട്ടീനുള്ള ഷേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം.